ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിമ്മിനി അപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് കറുത്ത എള്ളിട്ടിട്ടുണ്ട്, ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചതിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം, പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. തിളപ്പിച്ച് എടുത്ത പാലാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് പാലൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ മാവ് നന്നായിട്ട് കുഴച്ച് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കാം, നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. നമ്മളിതേ ബേസിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ പരത്തി എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തയ്യാറാക്കാനുള്ളൊരു പാത്രം അടുപ്പ് കത്തിച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു പാത്രം വെച്ച് കൊടുത്തു. ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് എണ്ണ പകർന്ന് കൊടുക്കാം. നമുക്ക് പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മുടെ ചിമ്മിനിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരാം. അപ്പം നമ്മുടെ ചിമ്മിനിയപ്പം ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പത്ത് വേറൊരു ഇത് ഇറക്കാനായിട്ടുണ്ട്. അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുക്കാം. നമ്മൾ ഇത് ഇറക്കി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് ഇത് തയ്യാറാക്കാനുള്ള ഒരു പാത്രം. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഉരുകി വരണം. പഞ്ചസാര നന്നായിട്ട് ഉരുകി വരണം. പഞ്ചസാര ഉരുകി ഒന്ന് നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ ഒന്ന് കയ്യിൽ ഒട്ടുന്ന ഒരു നൂൽ പരുവത്തിൽ. അപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകി നൂൽ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിമ്മിനിയപ്പം ഇട്ട് കൊടുക്കാം. ചിമ്മിനിയപ്പം ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം. നമ്മുടെ ചിമ്മിനിയപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ചിമ്മിനിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ചിമ്മിനിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിൽ പാല്, മുട്ട, ഇങ്ങനെ പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കുന്നതുകൊണ്ടാണ് പഞ്ചസാര ഇങ്ങനെ ചേർത്തത്. അല്ലെങ്കിൽ പഞ്ചസാര വേണമെന്നില്ല. അല്ലാത്തവർക്ക്, ഡയബറ്റീസ് എല്ലാം ഉള്ളവർക്ക് പഞ്ചസാര ഇല്ലാതെ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.